ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാകുന്നു, റസൂലാകുന്നു എന്നുള്ള മഹനീയമായിട്ടുള്ള സത്യസാക്ഷ്യത്തിന്റെ ആ ഭാഗം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനാണ് ഈ സന്ദർഭം നമ്മൾ വിനിയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ എന്താണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഅമ്മാ ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ഫമഅനാഹാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൻതഷ്ഹദ അൻ യഖീനിൻ വഇൽമിൻ, നീ വളരെ ദൃഢമായിക്കൊണ്ട്, വളരെ അറിഞ്ഞുകൊണ്ട്, ദൃഢമായിക്കൊണ്ട് തന്നെ വിശ്വസിക്കുക, സാക്ഷ്യം വഹിക്കുക. എന്താണ് സാക്ഷ്യം വഹിക്കേണ്ടത്? അന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അൽ ഹാഷിം അൽ മക്കി, മക്കക്കാരനായിട്ടുള്ള ഹാഷിം ഗോത്രക്കാരനായിട്ടുള്ള ആ അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെ പുത്രനായിട്ടുള്ള മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ദൃഢമായി അറിഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുക, അതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. വഹുവ അഷ്റഫു ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ള വ്യക്തിത്വമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, വഹുവ അഷ്റഫുൽ ഖൽഖി വസയ്യിദു വലദി ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായിട്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകൾ, ആ മുഴുവൻ സന്തതികളുടെയും നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, റസൂലാണ് എന്ന് നമ്മൾ അറിയുക. ഫഅലൈക അൻ തുഅ്മിന ബി അന്നല്ലാഹ ബഅസഹു ലിന്നാസി അമ്മ, അതായത് ഒരു സത്യവിശ്വാസി ആവണമെങ്കിൽ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിച്ചു എന്ന് വിശ്വസിക്കണം, അതിന് സാക്ഷ്യം വഹിക്കണം. ഇലൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും, അതായത് മുഴുവൻ മനുഷ്യരിലേക്കും അതുപോലെ ജിന്നുകളിലേക്കും, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അറബിയാകട്ടെ അനറബിയാകട്ടെ, മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ ആര് പിൻപറ്റുന്നുവോ അവന് സ്വർഗമുണ്ട്. ആര് അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യങ്ങൾക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി എതിരായി നിലകൊള്ളുന്നുവോ ഫലഹുന്നാർ, അവന് നരകമുണ്ട്. മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സഹീഹുൽ ബുഖാരിയിൽ 7280 വചനം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ എല്ലാ ഉമ്മത്തും അഥവാ എന്റെ സമുദായത്തിലെ ഓരോ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖീല യാ റസൂലല്ലാഹ് വമൻ യഅബാ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, ആരാണ് വിസമ്മതിക്കുക? ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന, എന്റെ സമുദായത്തിൽ നിന്ന് എന്നെ അനുസരിച്ചവൻ, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ച് അനുസരിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവൻ, എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ, അവനാണ് വിസമ്മതിച്ചവൻ എന്നാണ് ഈ നബി വചനത്തിൽ പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ റസൂല് മതപരമായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് കൃത്യമായി അംഗീകരിച്ച് നമ്മളെ വിശ്വസിച്ച് അത് പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലുള്ള ഈമാൻ, അള്ളാഹുവിന്റെ റസൂലിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അംഗീകരിക്കുക.
അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതെന്തോ അത് നമ്മൾ സ്വീകരിക്കുക, റസൂലുള്ള വിരോധിച്ചതെന്തോ അത് നമ്മൾ വെടിയുക എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നിട്ടുള്ള ആ ശരീഅത്തനുസരിച്ച് മാത്രം നീ അള്ളാഹുവിനെ ആരാധിക്കുക. ഓരോ ആളുകൾക്കും തോന്നിയതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ തോന്നിയതുപോലെ ആ കാര്യങ്ങൾ കൂട്ടിക്കടത്തുകയും അങ്ങനെ ഇബാദത്തുകൾ ചെയ്യുവാനും പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതപ്പടി പ്രവർത്തിക്കുക, അതാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പറയുക പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹു തആല പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽപ്പെട്ടതാണ്. എന്നാലോ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാലോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക, അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചത് നമ്മൾ പ്രവർത്തിക്കുക, വിരോധിച്ചത് വെടിയുക. സഹോദരങ്ങളെ, സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ വചനത്തില് അല്ലാഹു തആല പറയുന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂല് അത് പഠിപ്പിച്ചത് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുവിൻ, അവിടുന്ന് വിരോധിച്ച് നിങ്ങൾ വെടിയുവിൻ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ വിധിച്ചത് അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് സ്വീകരിക്കുക, എന്നാൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 65-ാമത്തെ ആയത്തില് അല്ലാഹു തആല വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിൽ പറയുന്നത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുകയില്ല, അവർ വിശ്വാസിയാവുകയില്ല എന്നാണ്. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്ക് ഇടയിലുണ്ടാകുന്ന ഭിന്നതകളില് നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. അതായത് ജനങ്ങൾക്കിടയിലെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോ ആ ഭിന്നാഭിപ്രായങ്ങളിൽ വിധികർത്താവായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് വിധിച്ചിട്ടുണ്ടോ അത് സ്വീകരിക്കുക. എങ്ങനെ സ്വീകരിക്കണം? അത് പൂർണ്ണമായി സ്വീകരിക്കുക. എന്നിട്ട് ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِّمَّا قَضَيْتَ وَيُسَلِّمُوا تَسْلِيمًا. പ്രവാചകൻ വിധിച്ചിട്ടുള്ള ആ കാര്യത്തിൽ അവരുടെ മനസ്സുകളില് ഒരു വിഷമവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് പൂർണ്ണമായി അംഗീകരിക്കണം, എന്നാൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ. നമുക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ റസൂലുള്ള ചെയ്തത് ഇന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വിഷമവുമില്ലാതെ അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നാൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ, ഈമാനുള്ള മനുഷ്യരാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. ലോകത്ത് വന്ന സകല പ്രവാചകന്മാരുടെയും അവസാനത്തെ കണ്ണിയാൻ. ഖാതമുൻ നബിയീൻ, നബിമാരുടെ അവസാനത്തെ കണ്ണിയാൻ. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 40-ാമത്തെ സൂക്തത്തില് അല്ലാഹു തആല പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദും മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. നിങ്ങളിൽ ഒരാളുടെയും ഒരു പുരുഷന്റെയും നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട ഒരാളുടെയും പിതാവല്ല അദ്ദേഹം. വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ, പക്ഷേ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്, അവർ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാൻ. സഹോദരങ്ങളെ, ആ റസൂലുള്ള
ഹലാലാക്കിയത് ഹലാലാണ്, ഹറാമാക്കിയത് ഹറാമാണ്. ഒരാൾക്കും സ്വന്തമായിട്ട് ഇന്നത് ഹലാലാണെന്നോ ഇന്നത് ഹറാമാണെന്നോ പറയാനുള്ള അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്ന മർയമ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, ജൂത ക്രിസ്ത്യാനികള് അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെയുള്ള രക്ഷാധികാരികളായി സ്വീകരിച്ചു എന്നാണ്, റബ്ബുകളായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അർബാബം മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചു എന്നുള്ളതാണ്. വൽ മസീഹ ഇബ്ന മർയമ, മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമയെയും അവർ റബ്ബായി സ്വീകരിച്ചു എന്നാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, അവരോട് ഏകനായിട്ടുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാനായിട്ട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല മഹാപരിശുദ്ധനാകുന്നു എന്നുള്ളതാണ്. ഈ ആയത്തിൽ എന്താ പറയുന്നത്? ക്രിസ്ത്യാനികൾ അതുപോലെ മറ്റുള്ള ജൂതന്മാർ അവരൊക്കെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നേർക്കുനേരെ പറയുകയാണ്. ഈ ആയത്ത് ഓതിക്കേട്ടപ്പോൾ സഹോദരങ്ങളെ ഒരു സംഭവമുണ്ടായി. ആ സംഭവം എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ തന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഫഖദിമ അദിയുൻ അൽ മദീന, അദി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ കടന്നു വന്നു. വകാന റഈസൻ ഫീ ഖൗമി തയ്യ് എന്ന് പറയുന്ന ജനതയുടെ നേതാവായിരുന്നു അദ്ദേഹം. അബൂഹു ഹാത്തിമു ത്വായി അൽ മഷ്ഹൂർ ബിൽ കറം, അദ്ദേഹത്തിന്റെ പിതാവ് ഹാത്തിമു ത്വായി എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനാണ് കറമിന്, ജനങ്ങളോട് നന്മ കാണിക്കുന്ന വിഷയത്തിൽ, ജനങ്ങളോട് ആദരവ് കാണിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അങ്ങനെ ഫതഹദ്ദസ അന്നാസു ബിഖുദൂമിഹി ഫദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മദീനയിൽ വന്ന കാര്യം പ്രവാചകനോട് ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെ റസൂലിന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെള്ളി കൊണ്ടുള്ള ഒരു കുരിശുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പാരായണം ചെയ്തു സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്നുള്ള ആയത്തോതി. ഖാല ഫഖുൽതു ഇന്നഹും ലൻ യഅ്ബുദൂഹും, അപ്പോൾ മഹാനായിട്ടുള്ള അദീ ഇബ്നു ഹാത്തിം പറയുകയുണ്ടായി, പ്രവാചകരെ അവരാരും അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിക്കുന്നില്ലല്ലോ. ഫഖാല ബല, അതെ പക്ഷേ, അള്ളാന്റെ റസൂൽ പറയാം, അതെ പക്ഷേ, ബല ഇന്നഹും ഹറമു അലൈഹിമുൽ ഹലാൽ, ആ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ എന്ത് ചെയ്തു? ഹലാലിനെ ഹറാമാക്കി. വഅഹല്ലൂ ലഹുമുൽ ഹറാം, അതുപോലെ ഹറാമിനെ ഹലാലാക്കി ഹലാലിനെ ഹറാമാക്കുകയും ചെയ്തു. നിഷിദ്ധമായതിനെ അനുവദനീയമാക്കി, അനുവദനീയമായതിനെ നിഷിദ്ധവുമാക്കി എന്നുള്ളതാണ്. എന്നിട്ടോ ആ ജനത അവരെ പിൻപറ്റി. ഫത്തബഊഹും, അവരെ ആ ജനത പിൻപറ്റി. ഫദാലിക ഇബാദത്തുഹും ഇയ്യാഹും, അത് അവർക്കുള്ള ഇബാദത്താകുന്നു. അപ്പൊ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയുന്നത് അപ്പടി ഹലാല് ഹറാമ് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിച്ചവരെ പിൻപറ്റുക എന്നുള്ളത് അത് ശരിയല്ല. അത് ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്. സഹോദരങ്ങളെ, ഇന്ന് ഖുർആനിലില്ലാത്ത, ഹദീസിലില്ലാത്ത, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പുണ്യകർമ്മമായി കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. എന്നിട്ട് അതൊക്കെ സുന്നത്താണെന്ന് പറയുന്നു, മതത്തിൽ പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ബിദ്അത്തായ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഇങ്ങനെ പിൻപറ്റുക എന്നുള്ളത് അത് അങ്ങേയറ്റത്തെ അപകടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ സ്വലാത്ത് നമ്മൾ നേരണം എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം
56-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നുള്ള വചനം പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുവാനാണ്. നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം പ്രിയമുള്ളവരെ, കഴിയുന്നത്ര സ്വലാത്ത് നിർവഹിക്കണം. പക്ഷേ അതിന് എണ്ണം പിടിച്ചുകൊണ്ട് 111 എണ്ണം അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1 കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ചില പ്രത്യേക സ്വലാത്തുകൾ കൊണ്ടുവന്ന് അത് രോഗം മാറാനും കടം വീടാനും ആ രൂപത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക. നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ട്, അതേറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് എന്ന് നമ്മൾ അറിയുക. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് എപ്പോഴും ഉണർത്താറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും സഹിഹായ തിരുസുന്നത്തും മുറുകെ പിടിക്കുക. മതത്തിൽ പുതുതായി ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. മതം സമ്പൂർണമാണ്. മതം പൂർണ്ണമാക്കി എന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പോയിട്ടുള്ളത്. സൂറത്തുൽ മാഇദ 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള വചനം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ദീനിൽ പുതുതായി ഒന്ന് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ 2697-ാമത്തെ വചനം എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ നിവേദനം ചെയ്യുകയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞു, നമ്മുടെ ഈ മതത്തിലില്ലാത്ത കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോ ഇന്ന് മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, പുത്തനാചാരങ്ങൾ, ആശയങ്ങളുണ്ട്. അത് ബിദ്അത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവ വർജിക്കുകയും കിതാബും തിരുസുന്നത്തും മുറുകെ പിടിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഞാൻ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള മഹനീയമായിട്ടുള്ള ആ വചനം കൃത്യമായി നമ്മൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.